അണ്ണൻ ചേർന്ന് തന്നെ അണ്ണയ്ക്ക് നല്ല സൈസ് ഉണ്ടല്ലോ. അണ്ണയ്ക്കാട്ടി ഹൈറ്റ് ഉള്ള പശുക്കളൊക്കെ. ശക്തിനാ നമസ്കാരം. നമ്മളിപ്പോ ഏത് മാർക്കറ്റിലാണ് നിൽക്കുന്നത്? കൃഷ്ണഗിരി. ഈ മാർക്കറ്റ് ഏത് ദിവസമാണ്? രാവിലെ 3-4 മണിക്ക് തുടങ്ങുന്നു. ഈ മാർക്കറ്റ് എല്ലാ ചൊവ്വാഴ്ചയും മാർക്കറ്റ്. ഈ ഒരു മാർക്കറ്റിലേക്ക് കേരളത്തിൽ നിന്ന് വരണമെങ്കിൽ എങ്ങനെ വരണം? ഇവിടെ സേലത്തിൽ നിന്ന് ധർമ്മപുരി താണ്ടി കൃഷ്ണഗിരി. അപ്പം ട്രെയിൻ വരുവാണെങ്കിൽ സേലത്ത് ഇറങ്ങണം. സേലത്ത് ഇറങ്ങി അവിടെ നിന്ന് ഒരേ ബസ് കയറി അവിടെ മാർക്കറ്റിൽ. സേലത്ത് നിന്ന് ബസ് സ്റ്റാൻഡിൽ എവിടെ ഇറങ്ങണം? കാര്യമംഗലം ഇറങ്ങിയാൽ മതി. കാര്യമംഗലത്ത് ഒരേ ബസ് ഉണ്ട്, ഒറ്റ ബസ്സാണ്. കാര്യമംഗലത്ത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടന്ന് വന്ന ദൂരം മാത്രമേ ഉള്ളൂ അല്ലേ? ഇല്ല, 50 മീറ്റർ ഉള്ളൂ. അപ്പോൾ ഈ മാർക്കറ്റിലെത്തും. എത്ര മണിക്ക് ഇവിടെ എത്തണം? ഈ ഒരു മാർക്കറ്റിൽ 4 മണിക്ക് എത്തണം. 4 മണിക്ക് എത്തണം. 4 മണിക്ക് വെളുപ്പിന് 4 മണിക്ക് എത്തണം. ഇന്ന് ബാക്കി കാണുന്ന പശുക്കളെല്ലാം നമ്മൾ വാങ്ങിയാണ്. ഇതെല്ലാം നമ്മൾ വയനാട്ടിലേക്ക് വാങ്ങിയ പശുക്കളാണ്. ഇപ്പോൾ ഈ ഓരോ പശുക്കളുടെ ജസ്റ്റ് ഒന്ന് പറയണം. ഈ ഒരു പശുക്കൾ കന്നി പശുവാണ്. എത്ര ദിവസം പ്രസവിക്കുന്നത്? ഇതിന് ഒരു 15 ദിവസം മേടിക്കാം. ഇതിന് 15 ദിവസം പ്രസവിക്കാനുണ്ട്. പ്രായമാണത്? അത് എന്നെ പാൽപ്പല്ലേട്ടാ. പാൽപ്പല്ല് ആയിട്ടില്ല. എന്ത് റേഞ്ച് വന്നിട്ടുണ്ടത്? ഇത് 2 പല്ലേട്ടാ. അത് എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ടോ? 1,00,000 മേലെ റേറ്റ് വന്നിട്ടുണ്ട് അല്ലേ? രണ്ട് പല്ല ഇതെല്ലാം 6 പല്ലേട്ടാ. ഇതെല്ലാം 6 പല്ല് പ്രായത്തിലെ. ഇത് 6 പല്ല് പ്രായം. 6 പല്ല്. ഇതെങ്ങനെ ചെനയാണോ? ചെന. എത്ര ദിവസം ഉണ്ട് പ്രസവിക്കാൻ? ഇതിന് ഒരു 20 ദിവസം ഗ്യാപ്പ് ഉണ്ട് പ്രസവിക്കാൻ. ഇതിന് എന്ത് പാല് പ്രതീക്ഷിക്കണം? അത് 20 മേലെ കിട്ടാൻ. 20 മേലെ. ഇത് പ്രസവിച്ചിട്ടുണ്ട്. എന്ന് പ്രസവിച്ചിട്ടുണ്ട്? ഇത് 1 ദിവസമായി പ്രസവിച്ചു. 1 ദിവസമായിട്ടുണ്ട്. ഓക്കെ. ഇതൊക്കെ എത്ര പാല് ഉദ്ദേശിക്കണം? അതൊന്ന് ഒരു 15 ലിറ്റർ. ഒരു ദിവസത്തേക്ക് 20 ലിറ്റർ മേലെ കിട്ടാ. ഒരു ദിവസത്തേക്ക് 20 ലിറ്റർ മേലെ. 20 മേലെ കിട്ടും. ഇതാണോ? ഇതിന് ഒരു സമയമുണ്ട്. ഒരു 20 ദിവസം പിടിക്കും. 10 ദിവസം പ്രസവിക്കാൻ ഗ്യാപ്പ് ഉണ്ട്. ഇതൊക്കെ എത്ര റേഞ്ച് വന്നിട്ടുണ്ടോ? 90 രൂപ റേഞ്ച്. ഇതൊക്കെയാണോ? ഇതൊക്കെ എത്ര പാല്? 20 ദിവസം പിടിക്കട്ടെ. 20 ദിവസം ഉണ്ട്. ഇതോടെ പ്രസവിച്ചാണോ ഈ കാണുന്നത്? ഇത് പ്രസവിച്ച പശുവാ? ഇത് പ്രസവിച്ചതാ. എത്ര പാല് പോട്ടിருக்கு? എത്ര പാല് പ്രതീക്ഷിക്കണത്? അതെല്ലാം ഒരു 25 കിട്ടാ. ഒരു 20 മേലെ കിട്ടും. 20 ലിറ്ററിന് മേലെ ഒരു ദിവസം പ്രതീക്ഷിക്കുന്നത്. കാമ്പ് പറയട്ടാ. നല്ല രീതിയിലുള്ള കാമ്പ്, നല്ല അകർച്ചയുണ്ട്. എത്ര ദിവസമാണ് പ്രസവിക്കുന്നത്? 15 ദിവസം പിടിക്കും. 5 ദിവസം ഉണ്ട് അല്ലേ? ആണ് നമ്മുടെ ബാക്കിൽ കാണുന്ന വലിയൊരു പശു കന്നി പശുവാണത്? കന്നി പശു. ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക് ഒരു ദിവസം? 22-25 കന്നിൽ നമുക്ക് 22-25 ലിറ്റർ പ്രതീക്ഷിക്കാവുന്ന കന്നി. പാൽപ്പല്ല് 2 പല്ല് പ്രായം അല്ലേ? ഇതൊക്കെ എത്ര ദിവസം ഉണ്ട് പ്രസവിക്കാൻ? 15 ദിവസം പിടിക്കും. 15 ദിവസത്തിനുള്ളിൽ പ്രസവിക്കില്ല. ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട് നമുക്ക്? ഇതൊക്കെ 1,00,000 മേലെ. അണ്ണൻ ചേർന്ന് തന്നെ. അണ്ണയ്ക്ക് നല്ല സൈസ് ഉണ്ടല്ലോ. ഇതൊക്കെ എത്ര പാല് പ്രതീക്ഷിക്കാം നമുക്ക്? ഇത് ഒരു 22-25 കിട്ടുന്നു. ഒരു ദിവസം ഒരു 22 ലിറ്റർ വരെ പ്രതീക്ഷിക്കാം അല്ലേ? എത്ര പല്ല് പ്രായമാണത്? ഇത് 6 പല്ല്. ഇതെന്ത് പ്രൈസ് റേഞ്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ നമുക്ക്? 90 റേഞ്ച്. ഈ അടുത്ത് നിൽക്കുന്ന പശുവാണോ? ഇത് 2 ചന പശുക്കളാണ്. ഈ സെപ്പറേറ്റ് പിടിച്ച് ഞാൻ കാണിക്കണം അവിടെ. ഓക്കെ. ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിക്കുന്നത്? ഇത് വയനാട് പറ്റി വാങ്ങിക്കണം. 8 പശുക്കളാണ്. വലിയ പശുക്കളാണ്. ഇതൊക്കെ പ്രസവിച്ചാണോ? പ്രസവിച്ചിട്ട് 1 ദിവസമായിട്ടുണ്ട് അല്ലേ? 22 ലിറ്ററിന് മേലെ കിട്ടും അല്ലേ? എത്ര പല്ല് പ്രായമാണിത്? 6 പല്ലായിട്ടുണ്ട്. ഇതൊക്കെ എന്ത് പ്രൈസ് റേഞ്ച് വരുന്നുണ്ടോ? 90 പ്രൈസ് റേഞ്ച് വരുന്നല്ലേ? അത്യാവശ്യം നല്ല സൈസിലുള്ള പശുക്കളൊക്കെ ആണല്ലോ. ഓക്കെ. ഈ നിൽക്കുന്ന പശുക്കളെ നമ്മുടെ അടുത്താണോ? ഇതൊക്കെ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ്? സെപ്പറേറ്റ് കാണിക്കാം. എങ്ക കൊണ്ടുവന്ന